2015 മറ്റോ മോഡി 15-16 ആൻഡമാൻ സന്ദർശിക്കുകയും സവർക്കർ തടവിൽ കഴിഞ്ഞിരുന്ന അതേ സെല്ലിൽ ചെന്നിരുന്ന് ആ ചിത്രം വെച്ച് ഒരു ട്വീറ്റ് നടത്തുകയും ചെയ്തു. മാത്രമല്ല, മോഡിയുടെ ട്വിറ്റർ സന്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സവർക്കറുടെ ജന്മദിനമായ മെയ് 28-നും ചരമദിനമായ ഫെബ്രുവരി 26-നും തുടർച്ചയായിട്ട് അദ്ദേഹം സവർക്കറെ ദേശഭക്തനായും വലിയ നാഷണലിസ്റ്റായും വലിയ വിപ്ലവകാരിയായും ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നായകനുമായൊക്കെ വിശേഷിപ്പിച്ച് നിരവധി ട്വീറ്റുകൾ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ സാംസ്കാരികമായും സവർക്കറെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സവർക്കറുടെ മിക്കവാറും ഒരു ജീവചരിത്രം പ്രധാനമായിട്ടുണ്ടായിരുന്നത് ധനഞ്ജയ് കീർ എന്ന് പറയുന്ന മഹാരാഷ്ട്രീയനായിട്ടുള്ള ഒരാൾ എഴുതിയ ജീവചരിത്രമാണ് സവർക്കറുടെ ഒരു ആധികാരിക ജീവചരിത്രം എന്ന നിലയിൽ വിപണിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വിപണി ചെന്ന് നോക്കുകയാണെങ്കിൽ നിരവധി തരത്തിലുള്ള സവർക്കർ ജീവചരിത്രങ്ങൾ കാണാൻ പറ്റും. വിക്രം സമ്പത്ത് എന്ന് പറയുന്ന യുവ ചരിത്രകാരൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 വോള്യങ്ങളിൽ സവർക്കറുടെ ഒരു വലിയ ജീവചരിത്രം പുറത്തിറക്കുകയുണ്ടായി. വൈഭവ് പുരന്ദരെ എന്ന് പറയുന്ന ഒരു പത്രലേഖകൻ അതുപോലെ തന്നെ ഒരു വലിയ ജീവചരിത്രം ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൂടാതെ നിരവധി പേര് ആ തരത്തിൽ ജീവചരിത്രങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. ജാനകി ബക്ലയുടെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്, വിനായക് ചതുർവേദിയുടെ പുസ്തകം വന്നിട്ടുണ്ട്, ചിരായു പണ്ഡിറ്റും ഉദയ് മഹൂർക്കറും കൂടി എഴുതിയ സവർക്കറാണ് ഇന്ത്യയിലെ പാർട്ടീഷന് എതിരെ നിന്ന് ഏക നേതാവ് എന്ന നിലയിലുള്ള പുസ്തകം വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പുസ്തക പ്രളയങ്ങൾ വരികയുണ്ട്. ഇതിലൊക്കെ തന്നെ പലതിലും അവതാരിക എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ BJPയുടെ ഉന്നത നേതാക്കളോ ഒക്കെ ആണെന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു സവർക്കർ നിർമ്മിതി പുത്തനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിർമ്മിതിയെ ചെറുക്കാൻ പറ്റാത്ത ഒരു സംഗതി പലപ്പോഴും ഈ സെക്യുലർ ഹിസ്റ്റോറിയൻസിനോ അല്ലെങ്കിൽ സെക്യുലർ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കോ കഴിയാതെ പോകുന്നുണ്ട്.